ഇന്ന് രാവിലെ തന്നെ നല്ല പണിയാട്ടോ. ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇന്ന് സംഗീയും കൂടെ ഉണ്ട്. കുറേ ദിവസമായി ഇവിടെ കുഞ്ഞൻ പൂരി വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഇതുവരെ ആ മനുഷ്യന് ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം എണ്ണയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാതിരുന്നത്. പിന്നെ ഇന്നങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് മാവ് ഞാൻ ആദ്യം തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവളുടെ കയ്യിൽ കൊടുത്തു. അവൾ പരത്തി തരാമെന്നും പറഞ്ഞാട്ടോ. അങ്ങനെ ചെറിയ ചെറിയ ഉരുളകളൊക്കെ ആയിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ 1-2 ഞാൻ ഇങ്ങനെ പരത്തി കാണിച്ചു കൊടുത്തു. ഇതുകൊണ്ട് പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ അമർത്തുമ്പോൾ അത് നല്ലൊരു ഷേപ്പിന് കിട്ടുമല്ലോ. അപ്പോൾ അവൾ കയറി നിന്നൊക്കെ ഇങ്ങനെ പരത്തി എടുക്കുകയായിരുന്നു കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഞാൻ പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തു നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം എൻ്റെ രീതിയിൽ. അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് ഉഴുന്നാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനത് ചേർത്ത് കൊടുത്തപ്പോഴത്തേക്ക് തന്നെ എൻ്റെ ഉഴുന്നത് ബ്രൗണിഷ് കളറായിട്ടുണ്ടായിരുന്നു. തീ അല്പം കൂടിയിരുന്നതുകൊണ്ട് അത് നല്ല രീതിയിൽ മൂത്തിങ്ങനെ വന്നു. അത്രയും മൂത്ത് വരേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ അരിഞ്ഞ് വെച്ചിരുന്ന സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്ത് മീഡിയം സൈസ് 2 സവോളയാണ് നല്ല സ്ക്വയർ ഷേപ്പിൽ കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞെടുത്തായിരുന്നു കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് ഇങ്ങനെ വഴട്ടിയെടുക്കേണ്ട ആവശ്യമില്ല, അതായത് ബ്രൗണിഷ് ഷെയ്ഡിലാക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അങ്ങനെ ഒന്ന് വെന്ത് കിട്ടുന്ന ഒരു സമയം വരെ നമ്മൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പൊടികളായ മഞ്ഞപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഒരു പച്ചമണം മാറുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ചിരുന്ന ഉരുളൻകിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മീഡിയം സൈസ് 3 ഉരുളൻകിഴങ്ങാണ് എടുത്തേക്കുന്നത്. ഈ ഉടച്ച ഈ ഒരു ഉരുളൻകിഴങ്ങും കൂടെ ഇത് നല്ല രീതിയിലൊന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു മസാലയും ഈ ഉരുളൻകിഴങ്ങും എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സായി വരണം. അതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിനകത്ത് ആവശ്യത്തിന് വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയിലാണ് ഇരിക്കുന്നത്. ഒരുപാട് ലൂസ് ആക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് നല്ല രീതിയിൽ അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് നല്ല രീതിയിലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ആ ഒരു ഉരുളൻകിഴങ്ങും ആ ഒരു മസാല എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സായി നല്ല റെഡി ആയിട്ട് വരും നമ്മുടെ ഒരു കറി. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് തന്നെയാണ്. ഇത് ഒരുപാടങ്ങ് തിക്കായിട്ട് ഇരിക്കാതെ കുറച്ച് അല്പം ഗ്രേവിയോട് കൂടി തന്നെ നമ്മൾ ഇത് ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് തണുക്കും തോറും കട്ടി കൂടി വരും. കിഴങ്ങായതുകൊണ്ട് നല്ല രീതിയിൽ കട്ടിയാവും. അപ്പോൾ ഞാൻ ഇച്ചിരി ഗ്രേവി ആയിട്ട് തന്നെ ആട്ടോ എടുത്തേക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ആ ഒരു അടുപ്പത്തോട്ട് തന്നെയാണ് പൂരിക്ക് വേണ്ടിയിട്ടുള്ളതും കൂടെ വെക്കുന്നത്. അപ്പം ഒരു പാത്രം വെച്ചു. അതിന് ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ പൂരികൾ എടുത്തിടാൻ തുടങ്ങി. ഇത് പൊങ്ങി വരുന്നതാണ് ടാസ്ക്. നമ്മൾ വെച്ച് കോരുന്ന ആ ഒരു തവി വെച്ചിട്ട് നമ്മൾ അമർത്തി കൊടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ പൊങ്ങി വരും. ഈ ഒരു ടെക്നിക്ക് എനിക്ക് അറിയത്തില്ലായിരുന്നു. പണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങത്തില്ലായിരുന്നു. പിന്നീടാണ് അത് മനസ്സിലാക്കിയെടുത്തത്. അല്പം നേരം നമ്മളിങ്ങനെ അമർത്തി ഇങ്ങനെ കറക്കി കൊടുക്കുമ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ പൊങ്ങി പപ്പടം പോലെ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. അത് കാണുമ്പോൾ നമുക്കൊരു മനസ്സമാധാനമാണ്. അങ്ങനെ നമ്മുടെ പൂരിയും എല്ലാം റെഡിയായി, നമ്മുടെ കറി അങ്ങനെ റെഡിയായി. അങ്ങനെ പൂരി മസാല റെഡിയായി. ഇത് റെഡിയായി വന്നപ്പം കുറച്ച് സമയം എടുത്തട്ടോ. കുഞ്ഞൻ ഇന്ന് പോകാത്ത ദിവസമാണ്. അതുകൊണ്ടാണ് ഇന്ന് ആളിവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പൂരി ഉണ്ടാക്കിയതും കേട്ടോ. ആൾക്ക് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നല്ല ബാക്ക് പെയിനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് പോയില്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിയർത്ത് കുളിച്ച് ഒരു പരുവമായി എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ചൂടാട്ടോ. അടുക്കളയിൽ നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ചൂടാണ്. നമ്മൾ അല്പം നേരം നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ വിയർത്തൊലിക്കും. അതിൻ്റെ കൂട്ടത്തിൽ എനിക്കിങ്ങനെ തല നല്ല രീതിയിൽ വിയർക്കും കേട്ടോ. തലേന്ന് ഇങ്ങനെ വിയർത്തൊലിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ തുടച്ചാൽ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ കറികൾക്കൊക്കെ ഉപ്പ് കൂടുതലായിട്ട് വരത്തില്ലേ. അതുകൊണ്ട് അങ്ങനെ ഞാൻ മുഖമൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തുടച്ചിങ്ങനെ നിൽക്കും. എനിക്കിപ്പോൾ ആ വിയർപ്പ് താഴ്ന്നുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ തൊണ്ടയ്ക്ക് വേദനയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ബുദ്ധിമുട്ട് പോലെ ഇങ്ങനെ കിശ് പോലെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ വന്നിരുന്ന് ഫുഡെല്ലാം കഴിച്ചു. കൊള്ളായിരുന്നു. കുറേ നാളിന് ശേഷമാണ് ഞങ്ങൾ പൂരി ഉണ്ടാക്കി കഴിക്കുന്നത് കേട്ടോ. ഒത്തിരി നാളായി. മറ്റേതൊക്കെ നേരത്തെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പൂരി ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം ഓയിലി ഫുഡ് അങ്ങ് കുറയ്ക്കാൻ നോക്കുന്നതുകൊണ്ട് നമ്മളിപ്പം വലുതായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ ഒത്തിരി നാളായി. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. പിന്നെ കുറച്ചധികം പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ടൊക്കെ. അതൊക്കെ പിന്നെ ഞാനൊന്ന് കഴുകിയൊക്കെ വെച്ചു.
പിന്നെ 2-3 പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊല്ലം പൂരത്തിന് വന്നോ പോയോ എന്നൊക്കെയുള്ള രീതിയിൽ. നമ്മൾ കൊല്ലം പൂരത്തിന് പോയിട്ടില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പോകാൻ പറ്റിയൊരവസ്ഥയല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ വന്നിട്ട് 2ാമത്തെ കൊല്ലം പൂരമാണ്. പക്ഷേ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അറിയാലോ നമ്മുടെ സിറ്റുവേഷൻ. കുഞ്ഞിനിങ്ങനെ വയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്രയും ആൾക്കൂട്ടം ഉള്ളിടത്തൊന്നും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഉത്സവപ്പറമ്പിൽ പോലും പോയിട്ടില്ല. ഉത്സവത്തിന് പോലും അമ്പലങ്ങളിൽ പോലും പോകാറില്ലായിരുന്നു. അപ്പോൾ അതാണ് സാഹചര്യം. അതുകൊണ്ട് ഞങ്ങൾ വന്നിട്ടില്ല. നിങ്ങളൊക്കെ കൊല്ലം പൂരത്തിന് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇന്ന് ഉച്ചക്കലത്തേക്ക് നമുക്കിന്ന് മത്തങ്ങ എരിശ്ശേരിയാണ്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതിന് കുറച്ച് മത്തങ്ങ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, കുറച്ച് വലുപ്പത്തിന്. പിന്നെ ഇന്നലെ ഞാൻ കുതിർക്കാൻ വേണ്ടി ഇട്ട് വെച്ചിരുന്നതായിരുന്നു വൻപയർ. അതുകൊണ്ട് നല്ല രീതിയിലൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മത്തൻ നിങ്ങൾക്ക് എപ്പോഴത്തെയാണെന്ന് ഓർമ്മയുണ്ടോ? ഇത് നമ്മൾ കണി വെച്ചിരുന്ന മത്തനാട്ടോ. അപ്പോൾ ഞാൻ അതെടുത്ത് അങ്ങനെയും മാറ്റി വെച്ചേക്കുമായിരുന്നു. പിന്നെ ഒന്നിനും എടുത്തില്ല. എനിക്ക് എരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ ഈ മത്തങ്ങ എരിശ്ശേരി. പിന്നെ അല്ലാതെ നമ്മൾ ഇതെല്ലാം കൂടി ഇട്ടിട്ടൊക്കെ വെക്കത്തില്ല, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരപ്പുണ്ടാക്കി എടുക്കാം. അപ്പം കുറച്ച് തേങ്ങയൊക്കെ തിരികെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് തേങ്ങയും പിന്നെ കുറച്ച് വെളുത്തുള്ളി 2 അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുമന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോളയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2 പച്ചമുളകും അല്പം ജീരകം കൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അല്പം വെള്ളം കൂടി ചേർത്തൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മത്തനൊക്കെ ഒന്ന് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. മത്തനും പിന്നെ പയറും നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വിസിലടിച്ച് ഞാൻ എടുത്തതാട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട്. പിന്നെ കുറച്ച് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് ഉടച്ചെടുക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഷ്ണം പോലെ കിടന്നാലേ ഒരു രസമുള്ളൂ. അപ്പോൾ അതൊന്ന് ഉടച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടെ അതിനകത്ത് ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കുന്നതൊന്നുമില്ല. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഇറക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് കടു താളിക്കാൻ വേണ്ടിയിട്ടുള്ളത് വെച്ച് കൊടുക്കാം. അപ്പോൾ കടു താളിക്കുന്നതിനകത്ത് ഞാൻ ഒരു കാര്യം ഒന്നല്ല 2 കാര്യം ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, കടു പൊട്ടിച്ച്, ഉള്ളിയിട്ടു, വറ്റൽമുളക് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് ഒരു ബ്രൗണിഷ് കളറായി വരുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടുവറുത്ത് താളിച്ച് ഒഴിക്കുമ്പോൾ അതിന് നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അല്പം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, തിരികെ തേങ്ങ. ഇതാണ് നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ ഈ തേങ്ങയും കൂടെ ഒന്ന് വറുത്ത് കോരി അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ എരിശ്ശേരിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അത് ഒരുപാട് ഇങ്ങനെ നല്ല രീതിയിൽ ബ്രൗൺ ഷെയ്ഡ് ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. അതിനുശേഷം നമുക്കിത് തളിച്ചതും കൂടെ അതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്താൽ മതി. ഒന്ന് ഇളക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ ആയിരിക്കും. പിന്നെ കുറച്ച് ഉണക്കമീൻ നെത്തോലിയുടെ അമ്മ അന്ന് കൊണ്ടുവന്നത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അതിനുശേഷം നമുക്കത് ആദ്യം കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇതൊക്കെ ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കാട്ടെ. എന്തെന്ന് വെച്ചാൽ ഇന്ന് സംഗി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം അവൾ നേരത്തെ അങ്ങ് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവളെ അവിടെ പിടിച്ച് നിർത്തിയേക്കാം കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ഒന്ന് റെഡിയാക്കി എടുത്തു. അപ്പം പോകുന്ന വണ്ടിയുടെ സമയം നോക്കിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ മീനൊക്കെ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ മീൻ വറുക്കുന്ന പോലെ പിന്നെ അത്രയും സമയം എടുക്കത്തില്ല. ഉണക്കമീൻ ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവും. അങ്ങനെ നമ്മൾ കടുവൊക്കെ താളിച്ചിട്ട് ഇളക്കിയിട്ടില്ലായിരുന്നല്ലോ. അപ്പം നമ്മുടെ എരിശ്ശേരി അങ്ങനെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല രീതിയിൽ കുറച്ച് നല്ല കുഴമ്പ് പരുവത്തിൽ. അയ്യോ അടിപൊളിയാണ് കേട്ടോ. ഇത് ഇളക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മണം വരും. എൻ്റെ പൊന്നു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അങ്ങനെ പിന്നെ ചോറൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ അവൾക്കും കൊടുത്ത് വിടാമെന്നായിരുന്നു. അന്നേരം പിന്നെ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാമെന്ന്. പിന്നെ ഇന്നലത്തെ രസം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ എടുക്കുന്നത്. വേറെ കറിയൊന്നും പിന്നെ ഞാൻ വെക്കാൻ നിന്നില്ല. ഇതൊക്കെ മതിയെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അധികം കറികൾ അങ്ങനെ വേണമെന്നൊന്നുമില്ല. എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കറി ഒരെണ്ണം ഉണ്ടായാലും മാത്രം മതി കേട്ടോ. പിന്നെ പണ്ടൊക്കെ എരിശ്ശേരി ഉണ്ടാക്കുമ്പം വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ അമ്മ ഉണ്ടാക്കി അങ്ങോട്ട് വെക്കുമ്പോഴേ ഞാനൊരു പാത്രത്തിൽ ഇങ്ങനെ കോരി എടുത്തിട്ട് കൊണ്ടുവച്ചിട്ട് വെറുതെ തിന്നും. അങ്ങനെ തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ തിന്നാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ വെറുതെ നമുക്ക് തിന്നാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്നതാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. അയ്യോ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് അങ്ങനെ അവളവിടെ നിന്ന് കാണും. അത് കഴിഞ്ഞ് പിന്നെ അവൾ പോകാൻ ഇറങ്ങി. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റ.